ഒരു ദിവസം 2250 രൂപ വളരെ സിമ്പിളായിട്ട്, വളരെ നിസ്സാരമായിട്ട്, ടെൻഷൻ ഫ്രീ ആയിട്ട്, ചുരുങ്ങിയ ചിലവിൽ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സൂപ്പർ സ്മോൾ ബിസിനസ്സിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ അറിയിക്കുക. ഓക്കെ, അപ്പോൾ എന്താണ് ആ പ്രൊഡക്റ്റ് എന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ദിസ് ഇസ് ഇക്ബാൽ ഹുസു. വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. മനസ്സിലായില്ല? കൂളിംഗ് ഗ്ലാസ്, സൺഗ്ലാസിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, എന്താണ് ഇന്നത്തെ ഒരു സൺഗ്ലാസ് വിഷയം എടുത്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം നമ്മളെ നാട്ടിൽ ഇപ്പോൾ ആദ്യത്തെ പോലെ ഒന്നല്ല, നല്ല രീതിയിൽ എന്താ പറയുക, ആളുകൾ ഇതുപോലെയുള്ള സൺഗ്ലാസുകളൊക്കെ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം കുറച്ച് മുന്നേക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലിമിറ്റഡ് ആളുകൾ മാത്രം ഉപയോഗിച്ച ഒരു സംഭവമാണ് സൺഗ്ലാസസ് എന്ന് പറയുന്നത്. മനസ്സിലായില്ല? ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ അതിൻ്റെ ഒരു ഇത് മാറി. കാരണം അതൊരു ട്രെൻഡും കടന്ന് അതിൻ്റെ അപ്പുറത്തും ചലിച്ചോളൂ. അതൊരു സാധാരണ സംഭവമായിട്ട് മാറിയിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് നമ്മുടെ നാട്ടിൽ ബൈക്ക് ഓടിക്കുന്ന സ്ത്രീകളുടെ എണ്ണം വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്, അല്ലേ? നമുക്കറിയാം, ബൈക്ക് ഓടിക്കുന്ന പുരുഷന്മാരെക്കാളും കൂടുതൽ ഇപ്പോൾ ബൈക്ക് ഓടിക്കുന്ന സ്ത്രീകളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ റോഡുകളിൽ നമുക്ക് കാണാൻ കഴിയുക. കാരണം വെച്ച് കഴിഞ്ഞാൽ ഓഫീസിൽ പോകുന്നവരും പഠിക്കാൻ പോകുന്നവരും എല്ലാ രീതിയിലും, വീട്ടമ്മമാരും എല്ലാ രീതിയിലും എല്ലാവരും ഇപ്പോൾ എന്താണ്, ബൈക്കുള്ള സ്ത്രീകളാണുള്ളത്. പക്ഷേ അപ്പോൾ ഞാനിന്ന് സൺഗ്ലാസ് ബിസിനസ്സിനെ ഞാൻ എടുക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കുറച്ച് ദിവസമായിട്ട് ഈ സംഭവം പ്ലാൻ ചെയ്യുന്നു. കാരണം നമുക്കറിയാം, പുരുഷന്മാരാണെങ്കിൽ പോലും ഒരു പരിധിവരെ ആളുകളെ ഈ സൺഗ്ലാസസ് ഉപയോഗിക്കുന്നുള്ളൂ. പലർക്കും ഇത് ഉപയോഗിക്കാൻ ഒരു ചമ്മലാണ്, അല്ലെങ്കിൽ ഒരു മടിയാണ്, അല്ലെങ്കിൽ എന്തോ പോലെയാണ്. പക്ഷേ കൂടുതൽ ആളുകളൊന്നും ഇത് ഉപയോഗിക്കില്ല. പക്ഷെ എന്നാലും കുറച്ച് ആളുകളൊക്കെ ഇതിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. പക്ഷേ സ്ത്രീകളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, നല്ല ഭംഗിയിലും നല്ല അടിപൊളി കോസ്റ്റ്യൂമിലും ഒക്കെ നമ്മുടെ സഹോദരിമാർ ബൈക്കിലൊക്കെ പോകുന്നത് കാണാൻ കഴിയും. പക്ഷേ ഒരൊറ്റ ഒരാൾ 100 ബൈക്ക് സ്ത്രീകൾ ഓടിച്ചു പോകുന്ന 100 സ്ത്രീകൾ ബൈക്ക് ഓടിച്ച് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഒരാൾ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരാൾ ഇട്ടുണ്ടാവുള്ളൂ. ബാക്കി എല്ലാവരും സാധാരണ പ്ലെയിൻ. അവർ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ടാവും, കണ്ണെഴുതിയിട്ടുണ്ടാവും, പല രീതിയിലും അവർ ബാക്കി എല്ലാ കാര്യങ്ങളിലും അവർ വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും, ഒക്കെ ആയിരിക്കും. പക്ഷേ സൺഗ്ലാസസിൻ്റെ ഒരു കുറവൊക്കെ അവർക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതേപോലെ തന്നെ നമ്മുടെ പുരുഷന്മാരിലും, പ്രത്യേകിച്ച് ഞാൻ ഈ ബൈക്ക് ഓടിക്കുന്നൊരു കേസ് പറയാൻ കാരണം ആ ഒരു ഇതിൽ നിന്നാണ് എനിക്ക് തോന്നിയത്. കാരണം ഇത്രയും ഭംഗി, ഇത്രയും കാര്യങ്ങളിൽ പോകുന്ന സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെന്നുണ്ടെങ്കിലും ബൈക്ക് ഓടിക്കുമ്പോൾ ഇതിൻ്റെ ഒരു ആവശ്യം ഭയങ്കരമായിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നമ്മൾക്കിത് ഭയങ്കരമായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്, നമ്മളെ കണ്ണിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന സംഭവമാണ്. അതേപോലെ തന്നെ നമുക്ക് നല്ല രീതിയിൽ കംഫർട്ടായിട്ട് നമുക്ക് വണ്ടി ഓടിക്കാനും ഡ്രൈവ് ചെയ്യാനൊക്കെ പറ്റും. ബൈക്ക് നല്ല കാറാകുമ്പോഴും നോർമൽ ഇതിൽ തന്നെ നമുക്ക് ആളുകൾ ഉപയോഗിക്കുന്നത് നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ എല്ലാ രീതിയിലും പുരുഷന്മാർക്കാണെന്നുണ്ടെങ്കിലും സ്ത്രീകൾക്കാണെന്നുണ്ടെങ്കിലും എല്ലാ രീതിയിലും ഇപ്പോഴത്തെ ഒരു ന്യൂജൻ ട്രെൻഡ്സ് ആണെന്നുണ്ടെങ്കിലും ഈ സൺഗ്ലാസസിൻ്റെ ഒരു പ്രസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അനിവാര്യമാണ് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ. അതുമാത്രമല്ല, ഈ സീസൺ എന്ന് പറയുന്നത് ഒരു ചൂടിൻ്റെ നാളുകളാണ് ഇനിയിപ്പോൾ വരാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ സൺഗ്ലാസസിൻ്റെ ഉപയോഗം നന്നായിട്ട് വേണം. കാരണം പ്രത്യേകിച്ച് നമ്മൾ ബൈക്ക് ഓടിക്കുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് സൺഗ്ലാസ് ഉപയോഗിക്കാത്ത ആളുകൾ പോലും ഉപയോഗിക്കേണ്ട ഒരു കാര്യം അനിവാര്യമാണ്. കാരണം വെച്ചാൽ അത് നല്ലതാണ്, അത് നമ്മളെ കണ്ണിന് പ്രൊട്ടക്ഷൻക്ക് നല്ലതാണ്. അപ്പോൾ ഈ ഒരു ഇതിൻ്റെ സംഭവം നമുക്ക് തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഇപ്പം അതൊരു ഷോപ്പ് രീതിയിൽ നമുക്ക് തുടങ്ങാം. നല്ലൊരു സ്കോപ്പുള്ള സംഭവം ഉണ്ടാവും. നിങ്ങൾക്ക് ചെറിയ രീതിയിൽ നിങ്ങളൊരു പരിപാടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ചെറിയ രീതിയിലുള്ള ബിസിനസ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അത് ചെറിയൊരു ഷോപ്പോ അല്ലെങ്കിൽ ചെറിയ ഓൺലൈൻ പരിപാടിയോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്കത് ഷോപ്പായിട്ട് ചെയ്യാം. ഷോപ്പില്ലാതെ സെറ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ചെയ്യാം. ഓൺലൈനായിട്ട് ചെയ്താലും അടിപൊളിയായിട്ട് ഇത് വിജയിപ്പിക്കാൻ പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും, ഇപ്പോൾ ഹോൾസെയിലായിട്ട് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീസെല്ലിംഗ് രീതിയിൽ ചെയ്യാം. അപ്പോൾ ഏത് രീതിയിൽ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതെന്ത് ചെയ്യാൻ പറ്റും, ബിസിനസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ബെസ്റ്റ് ഓൺലൈൻ ചെയ്യണത് തന്നെയാണ്. നമുക്ക് വാട്സപ്പും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഓൺലൈനിൽ തന്നെ നമുക്ക് വളരെ നല്ല രീതിയിൽ നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റിയ സംഭവമാണ് സൺഗ്ലാസ്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വരുന്ന സമയം പോലും അതിനനുകൂലമായിട്ടുള്ള സീസണൽ ടൈമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വിഷയം എടുത്തത്. നല്ല പ്രോഫിറ്റാണ്, നല്ല രീതിയിൽ പ്രോഫിറ്റുള്ള നമുക്കുള്ള ഒരു സംഭവമാണ് സൺഗ്ലാസ് എന്നുള്ളത്. ഇനി രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ, ഇത് തുടങ്ങാൻ നമുക്ക് അധികം പൈസ, ഇപ്പോൾ ഓൺലൈനിലാണെങ്കിൽ പോലും നമുക്കൊരു 10,000-15,000 രൂപ 20,000 രൂപ 10,000 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് അത്യാവശ്യം കളക്ഷൻ, അത്യാവശ്യം സ്റ്റോക്ക് നമുക്ക് എടുക്കാൻ കഴിയും. ഓക്കെ, നമുക്ക് ഹോൾസെയിൽ ഷോപ്പിൽ പോയിട്ട് അത്യാവശ്യം സ്റ്റോക്ക് നമ്മൾക്ക് ഒരു 10,000 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ എടുത്ത് കൊണ്ടുവരാൻ കഴിയും. ഇനി
ഇത് എവിടെ നിന്ന് എടുക്കുമെന്നുള്ളതാണ്. നമുക്കിതൊരു ഹോൾസെയിൽ ഷോപ്പുകൾ എന്നുള്ളതെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒന്ന് മുംബൈ ഉണ്ട്, ബാംഗ്ലൂർ ഉണ്ട്, അതേപോലെ ഡൽഹി, ഇതുപോലുള്ള മാർക്കറ്റുകളാണ് ഏറ്റവും ഇതിൻ്റെ ഹോൾസെയിൽ സ്ഥലങ്ങളൊക്കെ എടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ പ്രൈസ് റേഞ്ച് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു 80 rupees മുതൽ ഒരു 300 rupees വരെയൊക്കെ ഇതിൻ്റെ റേഞ്ച് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 399 രൂപ മുതൽ 1999 രൂപ വരെയൊക്കെ റേഞ്ച് ഉള്ളത്. ഏകദേശം ഒരു 150 റേഞ്ചിൽ എടുക്കുന്ന ഒരു ഹോൾസെയിൽ റേറ്റ് വരുന്ന സംഭവം നമുക്ക് ഏകദേശം 600 രൂപ റേഞ്ചിൽ വിറ്റ് കഴിഞ്ഞാൽ 450 രൂപ നമുക്ക് പെർ പീസിൽ നമുക്ക് പ്രോഫിറ്റാണ്. അങ്ങനെ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു ദിവസം നമ്മൾ വെറും 5 പീസ് നമ്മൾ ഒരു ദിവസം സെല് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ 2250 രൂപ കണക്കിലായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ 150 രൂപ റേഞ്ച് വരുന്ന ഒരു 5 ഗ്ലാസ് നമ്മൾ 600 രൂപ റേഞ്ചിൽ വിറ്റ് കഴിഞ്ഞാൽ തന്നെ 450 രൂപ നമ്മൾക്ക് പെർ ഗ്ലാസ് പെർ പീസിൽ നമുക്ക് പ്രോഫിറ്റാണ്. 5 പീസ് നിങ്ങൾക്ക് ഒരു ദിവസം വിൽക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് ബേസിൽ മാത്രം നിങ്ങൾക്ക് 2250 രൂപ നിങ്ങൾക്ക് ഓൺലി പ്രോഫിറ്റ് ആയിട്ട് കിട്ടും. അതുപോലെ നമുക്ക് 5 പീസ് അത് നിങ്ങൾക്ക് ഓഫ്ലൈനിൽ വിൽക്കാം, ഓൺലൈനിൽ വിൽക്കാം, ഏത് രീതിയിൽ വിൽക്കാം. നമുക്കറിയാം ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ചിട്ട് 5 പീസ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. വളരെ ഈസി ആയിട്ട് 10 to 20 പീസുകളൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് വിറ്റഴിക്കാൻ കഴിയും. പ്രത്യേകിച്ച് സൺഗ്ലാസ് ആയതുകൊണ്ട് കുറച്ചും കൂടി ട്രെൻഡിങ് ആയിട്ടുള്ള ഗ്ലാസ്സുകൾ, അതേപോലെ ട്രെൻഡ് മോഡൽ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ, നല്ല അടിപൊളി പീസുകൾ നമുക്ക് ഇറക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഗംഭീരമായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ കഴിയും. അതിൻ്റെ കൂടെ നമുക്ക് അതിനൊരു ഷോപ്പാക്കി ഡെവലപ്പ് ചെയ്തെടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ബെറ്റർ ആയിരിക്കും. കാരണം ഒന്നുകൂടി ഓഫ്ലൈൻ കസ്റ്റമേഴ്സിനെ കിട്ടും, ഒന്നുകൂടി ഓഫ്ലൈൻ അട്രാക്ഷൻ കിട്ടും. നമുക്ക് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്ലെയിൻ ഗ്ലാസിൻ്റെ ഫ്രെയിമുകൾ ആഡ് ചെയ്യാൻ പറ്റും. അല്ല കുറച്ചും കൂടി ട്രെൻഡിങ് ആയിട്ടുള്ള ഫ്രെയിമുകൾ, പ്ലെയിൻ ഗ്ലാസിൻ്റെ ഫ്രെയിമുകൾ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നല്ല രീതിയിൽ നമുക്കൊരു പുതിയ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു തുടക്കക്കാരനെ സംബന്ധിച്ചിടത്തോളം, ഒരു പുതിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ബെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കേടുവരാത്ത അല്ലെങ്കിൽ പഴകിപ്പോവാത്ത, നമ്മൾ കൊടുന്നു കഴിഞ്ഞാൽ ഡെഡ് സ്റ്റോക്ക് ആവാൻ സാധ്യതയില്ലാത്ത, വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള എന്താ പറയില്ലേ, നമ്മൾ ഇറക്കിയ പണം കുറഞ്ഞ ദിവസം കൊണ്ട് തന്നെ നമ്മളെ പോക്കറ്റിലേക്ക് ആക്കാൻ കഴിയുന്ന, എന്നാൽ എന്താ പറയില്ലേ വരുമാനത്തിൻ്റെ കാര്യത്തിലാണെന്നെങ്കിൽ പ്രോഫിറ്റിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും നല്ല ഹൈ പ്രോഫിറ്റും ഹൈ മാർജിനുള്ള ഒരു സൂപ്പർ റിറ്റെയിൽ ആൻഡ് ഹോൾസെയിൽ ബിസിനസ്സാണ് സൺഗ്ലാസ് ബിസിനസ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് ഈ ഒരു വരുന്ന സമയം എന്ന് പറയുന്നത് അതിന് അനുയോജ്യമായ സമയമാണ്, അതിന് ഏറ്റവും ആക്റ്റായിട്ടുള്ള സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ സക്സസ്ഫുൾ ആക്കി എടുക്കാൻ കഴിയുന്ന ഒരു സൂപ്പർ പ്രൊജക്റ്റാണ്, സൂപ്പർ ബിസിനസ്സാണ്. അപ്പോൾ നോക്കുക, ആദ്യമായിട്ട് ബിസിനസ് ചെയ്യാൻ പ്ലാൻ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ, പുതിയ ബിസിനസ്സിലേക്ക് ഇറങ്ങി വരാൻ പ്ലാൻ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കാം. ഓക്കെ, വീഡിയോ ഇഷ്ടമായി എന്നിരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, ബൈ.